ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ സെക്കൻഡ് ഷോ ആണ് തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ നിന്ന് വിശേഷം മൂവി കാണുന്നത്. സൂരജ് ടോം സംവിധാനം ചെയ്ത് ആനന്ദ് മധുസൂദനൻ സ്ക്രിപ്റ്റ് റൈറ്റർ, കഥ, തിരക്കഥ, മ്യൂസിക്, വരികളൊക്കെ ആൾ തന്നെ ചെയ്തിട്ടുള്ളത്. ആൾ തന്നെയാണ് ഇതിലെ മെയിൻ ക്യാരക്ടറും ചെയ്തിട്ടുള്ളത്. ഒപ്പം ചിന്നു, ചാന്ദിനി, സജിത, ഷിജു, രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ പേര് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാളിനെ സൂപ്പർ പെർഫോമൻസ് ആണ്, എടുത്തു പറയണം. അത് ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഇതിൽ പെർഫോമൻസ് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആളെ ചേട്ടൻ്റെ റോൾ ചെയ്ത ബൈജു ജോൺസൺ കിഡുവായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൽത്താഫ് സലീം, അൽത്താഫിൻ്റെ മാനേജേഴ്സ് നമുക്കറിയാം, അത് കിഡുവാക്കി തന്നെ ചെയ്തിട്ടുണ്ട് ആൾ. അതുപോലെ ജോണി ആൻ്റണി ഒരു ഡോക്ടർ റോള്, വിനീത് തട്ടിൽ, മാല പാർവതി, ദിലീഷ് പോത്തൻ, എല്ലാവരും എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ക്യാരക്ടർ എനിക്ക് മറ്റേ കുഞ്ഞിക്കൃഷ്ണനാണോ കുഞ്ഞിക്കൃഷ്ണന്റെ ക്യാരക്ടർ. ഈ കിടുക്കാച്ചി എന്താ കേസ് കൊടുക്കലെ കോടതി സീൻ നമ്മൾ ആരും മറക്കില്ല. അതിനുശേഷം അവിടെ ഒരുപാട് പടങ്ങളിൽ ഞെട്ടിച്ചു. ഇതിൽ കിടുവായിട്ട് ഞെട്ടിച്ചിട്ടുണ്ട്. അതൊരു ആളെ കാണിക്കുമ്പോൾ ഒരു സീനുണ്ട്. എന്താ, ഞാനൊരു ഫണ്ട് മാനേജ്മെന്റായിട്ട് ബന്ധപ്പെട്ട് പോയതാ, പ്രവർത്തിക്കുന്നു, ലോട്ടറി എടുക്കാൻ വേണ്ടി പോയതാ. അങ്ങനെ അടിപൊളിയാണ്, ഭയങ്കര രസം പിടിച്ച സീനാണ്. പിന്നെ നമ്മുടെ നായിക കുറച്ച് കാലങ്ങളായിട്ട് തമാശ എന്നുള്ള മൂവിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആളുടെ പെർഫോമൻസ് എന്താണെന്നറിയാം. പടത്തിൽ വിനയ് ഫോർട്ടിന് മാരേജ് സംബന്ധമായിട്ട് കാണാൻ പോകുന്നു. ഇയാൾക്ക് കുറച്ച് തടിയാണ്. വിനയ് ഫോർട്ടിന് മുടിയില്ല സംബന്ധമായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ നല്ല രസം പിടിച്ചൊരു മൂവി ആയിരുന്നു. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത തിയേറ്ററിൽ നിന്ന് കണ്ട പടമാണ് ഞാൻ തമാശ. തിയേറ്ററിൽ ഞാനും ജിതിനും കൂടി പോയി കണ്ട പടമാണ്. തൃശ്ശൂർ കൈരളി തിയേറ്ററിൽ പടം കാണുന്നത്. അതിനുശേഷം വീണ്ടും ഒരുപാട് പടങ്ങളിൽ ആൾ കണ്ടു. ഇപ്പോൾ ലാസ്റ്റ് വന്ന ഗോളം എന്നൊരു ഫിലിമിൽ റോള് വരയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. നമ്മുടെ നായകൻ മധുസൂദനൻ, പൊടിമീശ മുളയ്ക്കണ കാലം എന്ന പാട്ട്, പിന്നെ പ്രേതം, പുണ്യാളനൊക്കെ പാട്ട് ചെയ്തുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ആളെ കഴിവ് നമ്മൾ ആള് കഥ, തിരക്കഥ ഒക്കെ ചെയ്തിട്ട് വരുന്നൊരു പടമാണ്. ആളെന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഈ പടത്തിന്റെ തുടക്കത്തിൽ ആൾ നിഷ്കുവാണ്, ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. ഇപ്പൊ തന്നെ കൃഷിക്കാരനാണ്, പ്രവാസിയായിരുന്നു, നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ സെറ്റിൽ, ആളൊരു ആഗ്രഹത്തിന് പുറത്തൂടെ സെറ്റിലായുള്ളതാണ്. നിഷ്കളങ്കനായ ഒരു ക്യാരക്ടറാണ്. അത് രസം പിടിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് നമുക്ക് കുറച്ച് സമയം എടുക്കും കേട്ടോ ആ ക്യാരക്ടറിൽ എത്തിപ്പെട്ടത് എന്താണെന്ന് തോന്നുന്നു. പക്ഷെ ആ ക്യാരക്ടറിൽ എത്തിപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പടത്തിന് വേണ്ടത് എന്താണോ അതാണ് ആ ക്യാരക്ടർ. രസമാണ്, കുറച്ച് സമയം എടുക്കും, ഇന്റർവെൽ ആകുമ്പോഴേക്കും സെറ്റ് ആവും. പിന്നെ നമ്മുടെ ചാന്ദിനിക്കുട്ടി, ഗ്രേറ്റ് ക്യാരക്ടർ. ഇത് വിശേഷം എന്നൊരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം. ഇതിന്റെ സംഭവം സിമ്പിളാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഓരോ കാലഘട്ടം, എല്ലാ കാലഘട്ടത്തിലും ഉണ്ട് കുട്ടികൾ. കല്യാണം കഴിഞ്ഞ അടുത്ത ചോദ്യമാണ് ഈ പടത്തിൽ തന്നെ പറയണ്ട. 10ാം ക്ലാസ് പാസ്സായി അടുത്ത കോഴ്സ് ഏതാ, അതുപോലെ കല്യാണം കഴിഞ്ഞ് 2-3 മാസമായ കുട്ടികളായില്ലേ എന്നുള്ളൊരു ചോദ്യം ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് 2-3 കൊല്ലം 4 കൊല്ലമായി കഴിഞ്ഞാൽ ആൾക്കാരുടെ അവസ്ഥയിലായിരിക്കും, ഒരു ഫംഗ്ഷൻ പോയാലൊക്കെ അവസ്ഥയിലായിരിക്കും. എനിക്ക് ഈ പടം കണ്ട സമയത്ത് ഒരുപാട് ഇമോഷണൽ എനിക്ക് കണക്ട് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല ഫ്രണ്ട്സ് അനുഭവിക്കുന്ന കാര്യം. ഞാൻ മുമ്പിലുള്ള സമയത്ത് പറയുന്നേക്കാളും 4-5 വർഷം മുമ്പ് മാരേജ് കഴിഞ്ഞ ആൾക്കാർ കുഞ്ഞുങ്ങളായിരുന്നു കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ മുഖത്തെ എക്സ്പ്രഷനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പല റിലേറ്റീവ്സിന് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതാണ്. പക്ഷെ ഇതിൽ കുറെ പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുഞ്ഞില്ലെങ്കിൽ എന്താന്നൊക്കെ പറയുന്നൊരു ക്യാരക്ടർ ഉണ്ട്. നമ്മളെ കുമ്പളങ്ങി നൈറ്റ്സിലെ മറ്റേ ബ്രോ ഒരു മറ്റേ വിദേശീനെ കെട്ടിയിട്ട് കാനഡക്കാരെ കെട്ടിയിട്ട് വരുന്നുണ്ട്. പെങ്ങളുടെ കല്യാണത്തിന്റെ സീനുണ്ട്. കുഞ്ഞുങ്ങളില്ലാണ്ടുള്ള കുഞ്ഞുങ്ങൾ ഒഴിവാക്കി. കാരണം 150 കോടി ജനങ്ങളുടെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഒരു എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് കമ്മിറ്റഡ് ആവാൻ എനിക്ക് പറ്റില്ല, അത് ആ വഴിക്ക് പോട്ടെ, നമുക്ക് അതിനുള്ള സമയമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ പടത്തിൽ വേറെ കാര്യം പറയുന്നുണ്ട്, മാരേജ് സംബന്ധമായിട്ട്. ചുള്ളൻ സെക്കൻഡ് മാരേജിലാണ് ഈ കല്യാണം കഴിക്കുന്നത്. നമ്മുടെ നായിക വരുന്നത് ആദ്യത്തെ മാരേജിന്റെ സംഭവത്തിൽ കല്യാണത്തിന്റെ അന്ന് ഒളിച്ചോടി പോകാനും സീനുണ്ട്. അപ്പോൾ ആൾ സെക്കൻഡ് മാരേജ്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു മാട്രിമോണി ആയിട്ട് വരുന്നതാണ് അൽത്താഫിന്റെ ഒരു കോളില് നമ്മൾ പറയുന്ന കാര്യമുണ്ട്, നിങ്ങളുടെ കുട്ടിക്ക് ആണിനോടല്ല താല്പര്യം, പെണ്ണിനോടാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ചെന്നൊക്കെ പറഞ്ഞ ഒരുപാട് സീനുണ്ട്. നമുക്ക് ഒരുപാട് കണക്ട് ചെയ്യുന്ന സീനുകൾ, പ്രത്യേകിച്ച് ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. മാരേജ് കഴിഞ്ഞിട്ട് ആളുകൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്ന മൂവിയാണ്. 2-3 വർഷം കഴിഞ്ഞിട്ട് കുട്ടികളായിട്ടില്ല കഴിഞ്ഞിട്ടൊക്കെ ഭയങ്കര ഫീൽ കിട്ടും. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾ കുട്ടികളായി അവരൊക്കെ ലൈഫിൽ അനുഭവിച്ചുള്ള കാര്യങ്ങൾ. പക്ഷെ ഇതിലെപ്പറ്റി തന്നെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്, ഭയങ്കര പോസിറ്റീവാണ്. രണ്ടുപേരും കട്ടക്കി നിൽക്കുന്ന കാര്യങ്ങൾ, ഇമോഷൻസും ഒക്കെ. ഇവള് പോലീസുകാരെയാണ് നമ്മുടെ നായിക. അപ്പോൾ ഇവർക്ക് പ്രഷർ വരുന്ന സമയത്തുള്ള കാര്യങ്ങളും ഇവിടെ റിയാക്ട് ചെയ്യുന്ന സീനുകളൊക്കെയാണ്. പക്ഷെ ഇയാളെ കട്ടക്കി പിടിച്ച് തിരിച്ച് നിൽക്കുന്ന പാർട്ട്നേഴ്സ് ഒരു ഭയങ്കര റിലേഷൻഷിപ്പാണത്. കൊതിയാവും കാണാൻ നമുക്ക്. സൂപ്പറാണ്. പിന്നെ പാട്ടുകളൊക്കെ രസം പിടിച്ച പാട്ടുകളാണ്, സിറ്റുവേഷനിൽ മാച്ച് ചെയ്യുന്ന നല്ല പാട്ടുകളുണ്ട്.
എനിക്ക് ഭയങ്കര ഫീൽ ചെയ്ത് ഒരുപാട്. പിന്നെ പ്രഗ്നൻസി സമയത്ത് ഭാര്യമാരെ ഇഷ്ടം ചോദിക്കുന്നതും മസാല ദോശ ആയിരുന്നു. ഇപ്പം എൻ്റെ മോനൊക്കെ മസാല ദോശ ബോയ് ആയെന്നൊരു പറയും എൻ്റെ വൈഫ് ഹോസ്റ്റ്. കാരണം അവൾക്ക് അത്ര ഇഷ്ടം മസാല ദോശ. അങ്ങനെ കുറേ സീനുകളൊക്കെ നമുക്ക് കണക്ട് ആവും. പ്രത്യേകിച്ച് കുഞ്ഞെന്ന് പറഞ്ഞൊരു ഫീല്, മക്കളുണ്ടാകുമ്പോൾ നമുക്കുള്ളൊരു എക്സ്പീരിയൻസ്, അതിനു വേണ്ടി ഉള്ള കുറേ കാര്യങ്ങൾ. ഇല്ലാത്ത ആളുകൾക്ക് ഇത് ദൈവം തന്നൊരു എന്താ പറയുക, അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ വാക്കുകളില്ല. പക്ഷെ അവർക്ക് നമ്മൾ പലരും ചിന്തിക്കുന്ന പോലെ അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. അവരതൊക്കെ ഒരു ശക്തമായ ഒരു പാർട്ട്ണർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം നടക്കും. പിന്നെ ഇത് പോസിറ്റീവാണ്, കാര്യങ്ങളൊക്കെ ഹാപ്പി എൻഡിങ് ആണ്, ജോലി കിട്ടുന്ന കുറേ കാര്യങ്ങളൊക്കെ കണക്ട് ആയിട്ട് വരുന്നുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ ഈ ജനറേഷൻ നടക്കുന്ന ഇതായിട്ട് മുതലെടുക്കുന്ന ഒരുപാട് ഹോസ്പിറ്റലുകൾ കാര്യങ്ങളുണ്ടെന്നെല്ലാം അങ്ങനെയല്ല, കുറേ കാര്യങ്ങളിൽ അങ്ങനെ ഉണ്ട്. കാരണം ഇവരൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പോകുന്നൊരു ബില്ലിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം അങ്ങനെയല്ല കേട്ടോ. വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തന്നെ ഒരു പൂർണ്ണമായിട്ട് അവർ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഇതിൽ നല്ലൊരു അഴിമതി നടക്കുന്നുണ്ട്. ഇതിന്റെ പേര് എടുക്കുന്ന കുറേ പേരുണ്ടെന്ന് അവർ കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ശരിക്ക് ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ്. നല്ല റിലേഷൻഷിപ്പ്, നല്ല ഫാമിലി ഒക്കെ അതിലുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ്. നമ്മൾ പഴയ ഫിലിമിൽ കാണാറുണ്ട് കുട്ടികളില്ലാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒരു കമന്റ്സ് ഒക്കെ മച്ചിയാണ് അവിടെ നിന്നൊക്കെ പറഞ്ഞ് കുറേ പടത്തിലേക്കാണ്. ഷാഫാഗ സാധനങ്ങളിലൊക്കെ മാറി ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് വന്നിട്ട് കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ജീവിതം നമ്മുടേതാണ്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹാപ്പിയായി ജീവിക്കുക, ലവായി ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി വരും. പക്ഷേ കുഞ്ഞ് എന്നൊരു സംഭവം ഇവിടെ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. നിങ്ങൾക്ക് മക്കളുള്ള ആളുകളാണെങ്കിൽ അത് കറക്റ്റ് ആവും. നിങ്ങൾ വീട്ടുകാരൊപ്പം ചേച്ചി എല്ലാവരൊപ്പം ജീവൻ അങ്ങനെ കാണാൻ പറ്റിയ ഫാമിലി മൂവി തന്നെയാണിത്. യൂത്ത് ഓറിയന്റഡ് ആയിട്ട് ആളുകൾക്കൊന്നും ഈ പടം ഇഷ്ടപ്പെടില്ല എന്ന് തോന്നുന്നു. കാരണം എൻ്റെ അപ്പുറത്തൊരു ഫാമിലി ആയിരുന്നു, കുറച്ച് പിള്ളേരൊക്കെ വന്നിരുന്നു. അവർ കളിക്കുന്നതിന് നല്ല പടം എന്നൊക്കെ പ്രതീക്ഷിച്ച് വന്നതാണ്. പക്ഷെ അവർക്കൊന്നും ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ഈ പടം. കാരണം നമുക്കറിയാൻ പറ്റും അവർ മൊബൈൽ എടുത്ത് കളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടും. ബാക്കിയെല്ലാം ഫാമിലി ആയിട്ട് വന്നവർക്കൊക്കെ ഭയങ്കര കണക്ഷൻ ആവുന്നൊരു ഇതാണ് പടം. തിയേറ്ററിൽ അത്യാവശ്യം ആളുകളും ഉണ്ടായിരുന്നു. ഭയങ്കര ഫീൽ കിട്ടിയൊരു പടം തന്നെയായിരുന്നു. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റിയൊരു മൂവിയാണ്. പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്കൊരുപാട് ഇമോഷണലി കണക്റ്റ് ആവുന്ന സീനുകളുണ്ടായി. പോയി കാണുന്നത് കൂടുതൽ പറയുന്നില്ല, പോയി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തെടുത്തിട്ട് വേണ്ടി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്, ഞാൻ കുറച്ച് ഇമോഷണലി ആയിപ്പോയി. ഓക്കെ, താങ്ക് യു മുകേഷ്.